പ്രിയമുള്ളവരെ, ഈശോമിശിഹായിൽ സ്നേഹവന്ദനം. ജെ ലോഗോസ് 316 സ്വാഗതം. ഇവിടെ നാം പ്രഭാഷകൻ 37 അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര ആരംഭിക്കുന്നു. നമ്മുടെ ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി തുറന്നിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ഐക്യപ്പെടാം. ഈ അധ്യായത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളും ആഴമേറിയ സന്ദേശങ്ങളും അനാവരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ക്വിസ് തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവവചനം ഒരുമിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊരു നിമിഷമെടുക്കാം. ഓർക്കുക, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ ബന്ധിപ്പിക്കട്ടെ. അവൻ്റെ വചനത്തിൽ വെളിപ്പെടുന്ന സത്യത്താൽ നാം രൂപാന്തരപ്പെടട്ടെ. ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രഭാഷകൻ 37 ഒരു ആമുഖം. ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത പാലിക്കാനും വഞ്ചകരോ വിശ്വാസയോഗ്യമല്ലാത്തവരോ ആയവരെ ഒഴിവാക്കാനും വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന ഉപദേശങ്ങളുടെയും ജ്ഞാനപൂർവമായ വാക്കുകളുടെയും ഒരു പരമ്പരയോടെയാണ് പ്രഭാഷകൻ 37 ആരംഭിക്കുന്നത്. വിഡ്ഢികളുടെ ഉപദേശത്തെ ആശ്രയിക്കുന്നതിലെ അപകടങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുമ്പോൾ ജ്ഞാനവും അനുഭവപരിചയമുള്ളവരിൽ നിന്ന് ഉപദേശം തേടുന്നതിൻ്റെ പ്രാധാന്യം അത് ഊന്നിപ്പറയുന്നു. കൂടാതെ സൗഹൃദങ്ങളിലെ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും പ്രാധാന്യം ഈ അധ്യായം എടുത്തു കാണിക്കുന്നു. ദൃഢമായ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം, യോജിപ്പും സംതൃപ്തമായ കുടുംബജീവിതത്തിന് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട പരസ്പര പിന്തുണയും അടിവരയിടുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37:1 കേന്ദ്ര ആശയം എന്താണ്? ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രഭാഷകൻ 37:1 കേന്ദ്ര ആശയം എന്താണ്? അതിൻ്റെ ഉത്തരം സ്നേഹിതരും നാമമാത്ര സുഹൃത്തുക്കളും. സ്നേഹിതരും നാമമാത്ര സുഹൃത്തുക്കളും. രണ്ടാമത്തെ ചോദ്യം, മരണതുല്യമായ ദുഃഖമായി പ്രഭാഷകൻ 37 പറയുന്നത് എന്താണ്? മരണതുല്യമായ ദുഃഖമായി പ്രഭാഷകൻ 37 പറയുന്നത് എന്താണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് പ്രഭാഷകൻ 37:2. മൂന്നാമത്തെ ചോദ്യം, ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടായത് എന്ത്? ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടായത് എന്ത്? അതാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം ദുഷിച്ച ഭാവന. പ്രഭാഷകൻ 37:3 ദുഷിച്ച ഭാവന. നാലാമത്തെ ചോദ്യം, കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ചില സ്നേഹിതന്മാർ ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ 37:1 പറയുന്നത്. കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ചില സ്നേഹിതന്മാർ ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ഉത്തരം കൂട്ടുകാരനെതിരെ തിരിയുമെന്ന്. കൂട്ടുകാരനെതിരെ തിരിയുമെന്ന്. അഞ്ചാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37:5 അനുസരിച്ച് ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രഭാഷകൻ 37:5 പ്രകാരം. ഉത്തരം ഉദരപൂരണത്തിന് വേണ്ടിയാണ്. ഉദരപൂരണത്തിന് വേണ്ടി. ആറാമത്തേത് ചോദ്യം, പൂരിപ്പിക്കുക. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി ഡാഷായി നിൽക്കും. പ്രഭാഷകൻ 37:5b. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി ഡാഷായി നിൽക്കും. എന്തായിട്ട് നിൽക്കുമെന്നാണ്? ഉത്തരം പരിചയായി നിൽക്കും. അതാണ് അതിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37:6 ആശയം ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു പഴയ നിയമഭാഗം ഏത്? പ്രഭാഷകൻ 37:6 ആശയം വീണ്ടും കാണപ്പെടുന്നത് വേറൊരു പഴയ നിയമഭാഗത്തിലാണ്. അത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സുഭാഷിതങ്ങൾ 27:10. സുഭാഷിതങ്ങൾ 27:10. എട്ടാമത്തെ ചോദ്യം, നിൻ്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. ആരെയാണ് നിൻ്റെ ഐശ്വര്യകാലത്ത് അവഗണിക്കരുത് എന്ന് പറയുന്നത്? എട്ടാമത്തെ ചോദ്യം, നിൻ്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. ആരെ? ഉത്തരം സ്നേഹിതനെ. പ്രഭാഷകൻ 37:6 സ്നേഹിതനെ അവഗണിക്കരുതെന്നാണ് പറയുന്നത് 37:6. ഒമ്പതാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശം നൽകുന്നത് ആരെന്നാണ് പ്രഭാഷകൻ 37:7 പറയുന്നത്? മാർഗനിർദ്ദേശം നൽകുന്നത് ആരെന്നാണ് പ്രഭാഷകൻ 37:7 പറയുന്നത്? ഉത്തരം എല്ലാ ഉപദേശകരും മാർഗദർശനം നൽകുന്നതെന്നാണ് പറയുന്നത്. എല്ലാ ഉപദേശകരും. പത്താമത്തെ ചോദ്യം, ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം,
ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 37 ഇങ്ങനെ പറയുന്നത്? ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം, അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. ഇതാരാണിത്? ഉത്തരം ഉപദേശകനെക്കുറിച്ച്, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉപദേശകനെക്കുറിച്ച്. പ്രഭാഷകൻ 37:7-8. 11ാമത്തെ ചോദ്യം, നിനക്കെന്ത് സംഭവിക്കുമെന്ന് കാണാൻ മാറി നിൽക്കുന്ന ഉപദേശകൻ എന്ത് പറഞ്ഞിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്ന ഉപദേശകൻ ആദ്യം എന്ത് പറഞ്ഞിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്? നിനക്കെന്ത് സംഭവിക്കുമെന്ന് കാണാൻ മാറി നിൽക്കുന്ന ഉപദേശകൻ. ഉത്തരം, നിൻ്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട്. നിൻ്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. 12ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37:10 ഉപദേശം ചോദിക്കരുത് എന്ന് പറയുന്നത് ആരോടാണ്? ആരോടാണ് ഉപദേശം ചോദിക്കരുത് എന്ന് പറയുന്നത്? പ്രഭാഷകൻ 37:10. അതിൻ്റെ ഉത്തരം, നിന്നെ സംശയിക്കുന്നവനോട് ചോദിക്കരുതെന്നാണ്. 13, അസൂയാലുവിനോട് വെളിപ്പെടുത്തരുതാത്തത് എന്ത്? അസൂയാലുവിനോട് വെളിപ്പെടുത്തരുതാത്തത് എന്ത് എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം, നിൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. പ്രഭാഷകൻ 37:10 നിൻ്റെ ലക്ഷ്യം. 14, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രഭാഷകൻ 27:11 പരാമർശിക്കാത്തത് ചൂണ്ടിക്കാണിക്കുക. സ്ത്രീ, ക്രൂരൻ, വ്യാപാരി, പുരുഷൻ. അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കാണാത്ത ഏതാണെന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പ്രഭാഷകൻ 27:11 പ്രകാരം പുരുഷൻ ആ ലിസ്റ്റിൽ ഇല്ല. അടുത്ത ചോദ്യം, ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ആരോട് ആലോചന നടത്തരുത് എന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്? ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ആരോട് ആലോചന നടത്തരുത് എന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്? അതിനുത്തരം, ഒരു വർഷത്തേക്ക് കൂലി കൊടുത്തവനോട് ഇങ്ങനെ ചോദിക്കരുത്, അല്ലെ ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 37:11 പറഞ്ഞിരിക്കുന്നത് പോലെ എത്ര വിഭാഗം ആളുകളിൽ നിന്ന് ഒരാൾ ഉപദേശം തേടരുത്? 7, 8, 9, 10. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ്. 9 അടുത്ത ചോദ്യം, പൂരിപ്പിക്കുക. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനുമാണെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഡാഷ്. പ്രഭാഷകൻ 37:12. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനോട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഒട്ടി നിൽക്കുക, ടു ക്ലിങ്, ഒട്ടി നിൽക്കുക, അതാണ് ഇവിടെ പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പൂരിപ്പിക്കുക. നിൻ്റെ ഡാഷിൻ്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസമായി എന്തുണ്ട്? നിൻ്റെ ഡാഷിൻ്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? പ്രഭാഷകൻ 7:13 പൂരിപ്പിക്കാനാണ്. ഉത്തരം, ഹൃദയത്തിൻ്റെ. അടുത്ത ചോദ്യം 19, പ്രഭാഷകൻ 37:14 പറഞ്ഞിരിക്കുന്നത് പോലെ ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന എത്ര പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്? അപ്പോൾ എത്ര പേരുണ്ട് ഈ ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം 7. അടുത്ത ചോദ്യം 20, എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 37:15 പറയുന്നത്? എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 37:15 പറയുന്നത്? അതിൻ്റെ ഉത്തരം, അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത 21ാമത്തെ ചോദ്യം, എന്താണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? അതാണ് 21ാമത്തെ ചോദ്യം. ഉത്തരം, ചിന്ത. പ്രഭാഷകൻ 37:16 ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. ചിന്ത. പ്രഭാഷകൻ 37:16. 22ാമത്തെ ചോദ്യം, ആലോചനയുടെ തുടർച്ചയായി പ്രഭാഷകൻ 37 ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ആലോചനയുടെ തുടർച്ചയായി പ്രഭാഷകൻ 37 ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ആലോചനയുടെ തുടർച്ചയായി. ഉത്തരം, എല്ലാ ഉദ്യമവും. പ്രഭാഷകൻ 37:16 എല്ലാ ഉദ്യമവും. 23, ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെ? അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം, ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഹൃദയത്തിൽ. പ്രഭാഷകൻ 37:11 ഹൃദയത്തിലാണ് ഇത് കാണുന്നത്, ചിന്ത കാണുന്നത്.
ചിന്തയുടെ 4 ശാഖകളിൽ പെടാത്തത് ഏത്? നന്മ, തിന്മ, ജനനം, മരണം. ഈ 4-ൽ ഏതാണ് ചിന്തയുടെ 4 ശാഖകളിൽ പെടാത്തത്? ഉത്തരം ജനനം. പ്രഭാഷണം 37:18 ജനനമാണ് ഇതിനകത്ത് പെടാത്തത്. ജനനം. അടുത്ത ചോദ്യം, ചിന്തയുടെ 4 ശാഖകളെ നന്മ, തിന്മ, ജീവൻ, മരണം എന്നിവയുടെ നിയന്താവാര്? ഈ 4 ശാഖകളെ നിയന്താവാര് എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം നാവ്. നാവാണ് അതിൻ്റെ ഉത്തരം. നാവ്. പ്രഭാഷണം 37:18. അടുത്ത ചോദ്യം, സ്വന്തം കാര്യത്തിൽ ബുദ്ധിശൂന്യരായി പെരുമാറുന്നത് ആര്? സ്വന്തം കാര്യത്തിൽ ബുദ്ധിശൂന്യരായി പെരുമാറുന്നത് ആര്? അതാണ് 26-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ. പ്രഭാഷണം 37:19 മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ. 28-ാമത്തെ ചോദ്യം. 27-ാമത്തെ ചോദ്യം, ശത്രുക്കളെ സമ്പാദിക്കുന്ന വാചാലതയുള്ളവൻ്റെ അനുഭവം എന്ത്? ശത്രുക്കളെ സമ്പാദിക്കുന്ന വാചാലതയുള്ളവൻ്റെ അനുഭവം എന്ത് എന്നാണ് 27-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പട്ടിണി. പട്ടിണിയാണ്. പ്രഭാഷകൻ 37:20. അടുത്ത ചോദ്യം 28. ആരുടെ ജ്ഞാനമാണ് സ്വന്തം വാക്കുകളിൽ ഒതുങ്ങുന്നത്? ആരുടെ ജ്ഞാനമാണ് സ്വന്തം വാക്കുകളിൽ ഒതുങ്ങുന്നത്? ഉത്തരം തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ. പ്രഭാഷകൻ 37:22 തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ. 29-ാമത്തെ ചോദ്യം, ആരുടെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് എന്നാണ് പ്രഭാഷകൻ 37:23 പറയുന്നത്? ആരുടെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം സ്വന്തം ജനത്തെ ഉപദേശിക്കുന്ന ജ്ഞാനിയുടെ. സ്വന്തം ജനത്തെ ഉപദേശിക്കുന്ന ജ്ഞാനിയുടെ. 30-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. ഡാഷിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്, ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ഡാഷിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്, ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും. പൂരിപ്പിക്കാനാണ്. ഉത്തരം മനുഷ്യൻ്റെ. പ്രഭാഷണം 37:25 മനുഷ്യൻ്റെ ദിനം. പൂരിപ്പിക്കുക. സ്വജനമധ്യേ ആദരം നേടും അവൻ്റെ നാമം അനശ്വരമാകും. ഡാഷ് സ്വജനമധ്യേ ആദരം നേടും അവൻ്റെ നാമം അനശ്വരമാകും. സ്വജനമധ്യേ ആദരം നേടുന്ന ആരാന്നാണ്? ഉത്തരം ജ്ഞാനി. ജ്ഞാനി. പ്രഭാഷകൻ 37:26 ജ്ഞാനിയാണ്. 32-ാമത്തെ ചോദ്യം, അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്. മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്. ഉത്തരം പ്രഭാഷകൻ 37:27. അടുത്ത ചോദ്യം, എല്ലാവർക്കും എല്ലാം എന്നീ 2 വാക്കുകൾ 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന വചനഭാഗം ഏത്? എല്ലാവർക്കും എല്ലാം എന്നീ 2 വാക്കുകൾ 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന വചനഭാഗം ഏത്? അതാണ് 33-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പ്രഭാഷകൻ 37:28 അതിൽ 2 പ്രാവശ്യം ഇത് കാണുന്നുണ്ട്. 34-ാമത്തെ ചോദ്യം, എന്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് എന്നാണ് പ്രഭാഷകൻ 37:29 പറയുന്നത്? എന്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത് എന്നാണ് പ്രഭാഷകൻ 37:29 പറയുന്നത്? ഉത്തരം ആഡംബരത്തിൽ. ആഡംബരത്തിൽ. അടുത്ത ചോദ്യം 35. രോഗത്തിന് കാരണമാകുന്നത് എന്ത്? രോഗത്തിന് കാരണമാകുന്നത് എന്ത് എന്നാണ് പ്രഭാഷകനിൽ നമ്മൾ വായിക്കുന്നത്. 35-ാമത്തെ ചോദ്യം ഏതാണ്? അതിൻ്റെ ഉത്തരം അമിതാഹാരം. അമിതാഹാരമാണ് രോഗത്തിന് കാരണമെന്ന് പ്രഭാഷകൻ പറയുന്നു. 36. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത്? അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത്? അതാണ് 36-ാമത്തെ ചോദ്യം. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത്? ഉത്തരം അമിത ഭോജനം. പ്രഭാഷകൻ 37:31 അമിത ഭോജനം. 37. ദീർഘായുസ്സുണ്ടാകാൻ നിയന്ത്രിക്കേണ്ടത് എന്ത്? ദീർഘായുസ്സുണ്ടാകാൻ നിയന്ത്രിക്കേണ്ടത് എന്ത്? അതാണ് 37-ാമത്തെ ചോദ്യം. ഉത്തരം അമിത ഭോജനം. പ്രഭാഷകൻ 37:31 അമിത ഭോജനമാണ് നിയന്ത്രിക്കേണ്ടത്. 38-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 34 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ 31 വാക്യങ്ങളുള്ള അധ്യായങ്ങൾ ഏതൊക്കെ?
പ്രഭാഷകൻ 34 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ 31 വാക്യങ്ങളുള്ള അധ്യായങ്ങൾ ഏതൊക്കെ? ഉത്തരം അധ്യായങ്ങൾ 34-ും 37-ഉം. 34-ും 37-ഉമാണ്. പ്രഭാഷകൻ 37:18 സമാനമായ പുതിയ നിയമഭാഗം ഏത് എന്നാണ് 39ാമത്തെ ചോദ്യം. പ്രഭാഷകൻ 37:18 സമാനമായ പുതിയ നിയമഭാഗം ഏത്? ഉത്തരം മത്തായി 12:37. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം. അടുത്ത ചോദ്യം 40. പ്രഭാഷകൻ 37:25 സമാനമായ പഴയ നിയമഭാഗം ഏത്? പ്രഭാഷകൻ 37:25 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനം 39:4, 30, 12. സങ്കീർത്തനം 39:4, 30, 90, 12 ഇതാണ് അതിൻ്റെ ഉത്തരം. ഈ വചനഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. 3:16 ആണല്ലോ നമ്മുടെ ചാനലിൻ്റെ പേരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 37 ഉൾക്കാഴ്ചകൾ. സൗഹൃദത്തിൻ്റെ ചലനാത്മകതയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പ്രഭാഷകൻ 37 പ്രദാനം ചെയ്യുന്നു. ഒപ്പം കൂട്ടാളികളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെയും അർത്ഥവത്തായ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. മറ്റുള്ളവരുമായി ശക്തമായ ബന്ധം വളർത്തിയെടുക്കേണ്ടതിൻ്റെയും സൗഹൃദത്തിലും കുടുംബ സാഹചര്യങ്ങളിലും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കാലാതീതമായ ജ്ഞാനം ഈ അധ്യായം പ്രദാനം ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രഭാഷകൻ 37 കാണുന്ന ഉൾക്കാഴ്ചകൾ. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ സ്വല്പം ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ടിപ്സ്: ആവർത്തിച്ചുള്ള വായനയിൽ മുഴുകുക. ഉള്ളടക്കം ഫലപ്രദമായി ഗ്രഹിക്കുന്നതിന് പ്രഭാഷകൻ 37 അനുബന്ധ ഭാഗങ്ങളെ വിഭജിക്കുക. സൗകര്യപ്രദമാണെങ്കിൽ ഭാഷാ വൈവിധ്യത്തിലൂടെ മനസ്സിലാക്കാൻ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള വീഡിയോകൾ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Read chapter 38 for the next round. May God bless you all. Don't forget to subscribe if you have not done so. Also, please like the channel if the contents resonate well with you. Thank you so much. This is Joseph saying goodbye from JJ Logos 316.